ഇനി സമാനും ഹാലും, അതാണ് നമ്മുടെ നാട്ടിലെ മൗലവിമാര് പഠിപ്പിക്കണ നഹ്സുകൾ. ദിവസം പറ്റൂല, ആ ദിവസം കൊള്ളൂല, അത് പറ്റൂല, അന്ന് നഹ്സാണ്. ഒടുക്കത്തെ ബുധനാഴ്ച, എല്ലാ അറബി മാസത്തിലും ഒടുക്കത്തെ ബുധനാഴ്ച അമ്പോ നഹ്സാണ്. സഫറിലെ ഒടുക്കത്തെ ബുധനോ പറയും വേണ്ട, ആദരവായ മുത്തുനബിക്ക് പനി തുടങ്ങിയ ദിവസമാണ്, ഇനി മരണത്തിലേ അത് നിൽക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ മാസത്തിലെയും ഒടുവിലത്തെ ബുധൻ എന്താണ്? നഹ്സാണ്. ഇങ്ങനെ ദിവസങ്ങൾക്ക് നഹ്സ്. ഇനി മാസമോ? മാസം നമ്മുടെ നാട്ടിൽ മുഹറമാണ് പേടി. മുഹറം 10 കഴിഞ്ഞോട്ടെ, മുഹറം മാസം മറിഞ്ഞു കണ്ടിരിക്കുന്നു, ഇനി അപകടമാണ്. ജാഹിലിയത്തില് സഫർ ഏറ്റവും മോശപ്പെട്ട മാസമായി കണ്ടിരുന്നു. ശവ്വാല് മാസം കല്യാണത്തിന് പറ്റാത്ത മാസമായിട്ടാണ് റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. നമ്മളെ റമദാൻ കഴിഞ്ഞിട്ടുള്ള ശവ്വാലില്ലേ, ശവ്വാലിൽ കല്യാണമൊന്നും നടക്കാൻ പാടില്ല എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ആ മാസത്തിൽ കല്യാണം കഴിച്ചവർക്കൊന്നും കുടുംബജീവിതം ഉണ്ടാവില്ല, ഒക്കെ ത്വലാഖിൽ കലാശിക്കുന്നാണ് പറഞ്ഞിരുന്നത്. ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിച്ചോളൂ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ചരിത്രമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഇന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തസവ്വജഹ ഫീ ശവ്വാലിൻ. ആയിഷമ്മ ബീവിയെ അള്ളാന്റെ റസൂല് വിവാഹം കഴിച്ചത് ഏത് മാസത്തിലാ? ശവ്വാലിൽ. വബനാ ബിഹാ ഫീ ശവ്വാലിൻ. ശവ്വാലിൽ തന്നെയാണ് വീട് കൂടിയതും. ശവ്വാലിൽ തന്നെയാണ് വീട് കൂടിയതും. എന്നിട്ട് ചോദിക്കാണ്, എന്താ ആയിഷമ്മ ബീവി ചോദിക്കുന്നത് അറിയോ? ഫഅയ്യുകുന്ന കാനത്ത് അഹ്ലാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഇത്രത്തോളം ഭാഗ്യം കിട്ടിയ ഒരു ഭാര്യ വേറെ ആരാ ഉള്ളത്? കല്യാണം നടന്നതും വീട് കൂടിയതൊക്കെ ഏത് മാസത്തിലാ? ശവ്വാൽ. ആ ഒരു തിന്മക്കെതിരെ അന്ന് തന്നെ അവർ ശബ്ദിച്ചു, അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ തതയ്യുർ എന്ന് പറയുന്ന ഈ ശകുനം നോക്കുന്ന സമ്പ്രദായവും അങ്ങനെയുള്ള വസ്തുക്കള്, ശബ്ദങ്ങള്, കാഴ്ചകള്, കേൾവികള്, കാലം, അങ്ങനെയുള്ള ഈ രാഹുകാലവും രാഹു ഗുളികൻ എന്നൊക്കെ പറയുന്നതൊക്കെ മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് വന്നതല്ലേ. ചൊവ്വാദോഷം, ഇതിനൊക്കെ എതിർക്കാൻ മുസ്ലിം ഉമ്മത്തിന് എന്താ അധികാരമുള്ളത്? അവരിതൊക്കെ ചെയ്യല്ലേ, ഇപ്പുറത്തും അതൊക്കെ ചെയ്യല്ലേ. ഓരോ ദിവസവും നഹ്സുകള്, ദുർദിനങ്ങള്, കലണ്ടറുകളിലൊക്കെ എപ്പോഴും നഹ്സുകൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക കോളം തന്നെ ഉണ്ട്. എല്ലാ അറബി മാസത്തിലെ ഇന്ന ദിവസങ്ങളൊക്കെ നഹ്സാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കല്യാണം നിശ്ചയിക്കുമ്പോൾ കലണ്ടർ എടുത്തു നോക്കും, മുസ്ലിയാരോട് അഭിപ്രായം ചോദിക്കും, ഈ ദിവസം പറ്റുമോ, ഞാൻ ഗൾഫിലേക്ക് ടിക്കറ്റ് ഓക്കെ ഒക്കെയാണ്, ഏത് ദിവസമാണ് നല്ലത്, ഇങ്ങനെ നല്ലത് ഏതാന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കും. ചില ദിവസങ്ങളൊക്കെ മോശമാണ് എന്നാണ്, ദുർദിനം എന്നാണ് നഹ്സിനർത്ഥം. അങ്ങനെ ദിവസത്തെ, സമയത്തെ കുറ്റപ്പെടുത്തുന്നത് വലിയ പാപമാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. അത് അള്ളാഹിനെ ചീത്ത പറയലാണ്. കാരണം കാലത്തെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് റബ്ബ് നിശ്ചയിച്ച ഒരു സമയത്തെ ചീത്ത പറയുന്നത് ആരെ ചീത്ത പറയലാണ്? ആ സൃഷ്ടാവായ അള്ളാഹുവിനെ ചീത്ത പറയലാണ് എന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വല്ലതും മനുഷ്യന്റെ മനസ്സിൽ തോന്നിയാൽ, ചിലപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നൊക്കെ തോന്നുമല്ലോ, അങ്ങനെ തോന്നുമ്പോൾ തന്നെ ആ വിശ്വാസവും വസ്വാസവും ഒക്കെ അവൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുവാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂല് പറയാണ്, ഇത് പ്രാർത്ഥിക്കാനാ പറയുന്നത്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവേ, നീ തരുന്ന ഖൈറല്ലാത്ത ഒരു ഖൈറില്ല, നിന്റെ ഭാഗത്ത് നിന്നുള്ളതല്ലാത്ത ഒരു ത്വയ്റുമില്ല, ലാ ഇലാഹ ഗൈറുക, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല. തൗഹീദിന്റെ പ്രഖ്യാപനം കൂടുതൽ നിർവഹിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് പറയുന്നതിന്റെ മുമ്പ് ആമുഖമായിട്ട് അവിടുന്ന് പറഞ്ഞു, ആരുടെയെങ്കിലും ആവശ്യത്തിൽ നിന്ന് അവന്റെ മനസ്സിൽ തോന്നിയ ഇതേപോലെയുള്ള ശകുനപ്പിഴകൾ അവൻ്റെതായ കാര്യത്തിൽ നിന്ന് അവനെ തടയുന്നുവെങ്കിൽ ഫഖദ് അശ്റക, അത് ശിർക്കൻ വിശ്വാസാണത്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നത് ശിർക്കൻ വിശ്വാസമാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ കഫാറത്തു ദാലിക, അങ്ങനെ വല്ലോരടുത്തും പറ്റിപ്പോയെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം എന്താ? അപ്പോഴാ അള്ളാന്റെ റസൂൽ പറയുന്നത്, അൻ യഖൂല അഹദുഹും, അവർ ഇപ്രകാരം പറയട്ടെ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക.
അതല്ലാതെ അതിന് വേറെ തെരഞ്ഞ് മറ്റേ പരിഹാരത്തിന് പോയി, മുട്ടറുക്കാൻ പോയി, ഹോമത്തിന് പോയി, ഇങ്ങനെയുള്ള ഐക്കല്ല് കെട്ടാൻ നടന്ന് പിഞ്ഞാണത്തിലെഴുതി ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളൊന്നുമല്ല ഇതിനുള്ള വഴി. ഇതിനുള്ള വഴി അള്ളാഹുവോട് പറയലാണ്. ഇതാണ് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, കാലഘട്ടത്തിലെ ജനങ്ങളും ഇങ്ങനെ മനുഷ്യരെ കൊണ്ട് ഈ വിധത്തിലുള്ള ദുരാരോപണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ വന്നിട്ടാണ് ഈ നാട്ടിൽ ഭക്ഷണക്കേടുണ്ടായത്, ശകുനപ്പഴ ഉണ്ടായത് എന്നുള്ള ഒരു പ്രത്യേകമായ അവരുടെ ആക്ഷേപത്തിൻ്റെ വർത്തമാനങ്ങൾ. അത് എത്ര പഴക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ലേ? സാലിഹ് നബിയോടും ജനങ്ങൾ പറയുന്നതല്ലേ, ഖാലൂ തയ്യർനാ ബിക വബിമൻ മഅക. അതിനെന്താ മറുപടി കൊടുത്തത്? ഖാല തായിറുക്കും ഇൻദല്ലാഹ്.